This is 24 from Flowers Group. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം അംഗീകരിച്ചത് 1934 ഭരണഘടനയാണ്. അതിൻ പ്രകാരമുള്ള കാര്യങ്ങൾ നിറവേറ്റണമെന്ന രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ വിധി നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് നിലപാട്. അതിൽ ഒരു തർക്കവുമില്ല. ഗുഡ് ഈവനിങ്. നീതിക്കായി വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരുമെന്നാണ്. പക്ഷേ ഭരണകക്ഷി MLAയുടെ 2017 ജൂലൈ 3 വന്ന ഓർത്തഡോക്സ് സഭാനുകൂല സുപ്രീം കോടതി വിധിയിലൂടെ നീതി നടപ്പാക്കാനുള്ള ആഗ്രഹം സ്വന്തം സർക്കാർ തന്നെ ചവിട്ടിമെതിച്ചു. പകരം വിചിത്രമായ അസാധാരണമായൊരു നോട്ടീസ് ഓർത്തഡോക്സ് സഭയ്ക്ക് അയച്ചു. 1934 അസൽ ഭരണഘടനയുമായി, ഐ റിപ്പീറ്റ്, ഒറിജിനൽ ഭരണഘടനയുമായി 29 നടക്കുന്ന ചർച്ചയ്ക്ക് എത്തണമെന്നാണ് തിട്ടൂരം. വിധി നടപ്പാക്കാതിരിക്കാൻ സർക്കാർ കളിക്കുകയാണ് എന്നാരോപിച്ച് ഓർത്തഡോക്സ് സഭ തന്നെ രംഗത്തെത്തി. എൻകൗണ്ടർ ഇന്ന് അന്വേഷിക്കുന്നത് സഭാതർക്കത്തിൽ സർക്കാർ ഒളിച്ചു കളിക്കുന്നുവെന്നാണ്. (2017) ജൂലൈ 3 രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം സഭാതർക്ക കേസിൽ നടത്തിയ വിധി പ്രകാരം സർക്കാരിന് ഒരൊറ്റ ബാധ്യതയുള്ളൂ. അത് 1934 ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ മലങ്കര സഭയിലെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ഇടപെടണം. തർക്കമുണ്ടായാൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ രീതിയിൽ തന്നെ ഇടപെടണം എന്ന് വ്യാഖ്യാനിക്കാമത്. എന്നാൽ ആ വിധിയെ നടപ്പാക്കാതെ 1934 അസൽ ഭരണഘടനയുമായി സഭാധ്യക്ഷൻ തന്നെ നേരിട്ട് ചർച്ചയ്ക്ക് വരാൻ ചീഫ് സെക്രട്ടറി ഒടുവിൽ ഒരു നോട്ടീസ് അയച്ചു. അതിവിചിത്രമാണ് ഈ നോട്ടീസ്. ഈ നോട്ടീസിനോട് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ഈ നോട്ടീസ് തന്നെ കോടതി അലക്ഷ്യമാണ് എന്നാണ് അവരുടെ വാദം. എന്നാൽ യാക്കോബായ വിഭാഗത്തിനും മറുവാദമുണ്ട്. അവരും അയച്ചു കൊടുത്തു സർക്കാരിന്. യഥാർത്ഥ ഭരണഘടന 1934 ഇതാണെന്നാണ് യാക്കോബായ വിഭാഗം പറയുന്നത്. തെറ്റായ ഭരണഘടന കാട്ടി നേടിയ സുപ്രീം കോടതി വിധിയെ അംഗീകരിക്കില്ല എന്ന യാക്കോബായ സഭയുടെ നിലപാടിനെ സർക്കാർ അംഗീകരിക്കുന്നതിന്റെ സൂചനയാണോ ഇന്ന് വന്ന അസാധാരണവും വിചിത്രവുമായ ഈ നോട്ടീസ്? ആ നോട്ടീസിന് ഓർത്തഡോക്സ് സഭ നൽകിയ പ്രതികരണം അല്പസമയത്തിനകം ഈ ചർച്ചയിലൂടെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി കേൾക്കാൻ കഴിയും. ചർച്ചയിൽ നമുക്കൊപ്പം അഡ്വക്കേറ്റ് റോയ് ഐസക്, യാക്കോബായ സഭ വർക്കിംഗ് കമ്മിറ്റി അംഗം, കുര്യൻ മാത്യു അഡ്വക്കേറ്റ്, MR അഭിലാഷ് സുപ്രീം കോടതി അഭിഭാഷകൻ, ഒപ്പം ഫാദർ ജോൺസ് എബ്രഹാം കോനാട്ട്, ഓർത്തഡോക്സ് സഭയുടെ PROയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഈ ചർച്ച തുടങ്ങുന്നത് അഡ്വക്കേറ്റ് റോയ് ഐസക്കിൽ നിന്നാണ്. അഡ്വക്കേറ്റ് റോയ് ഐസക്, സർക്കാരും ഓർത്തഡോക്സും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. സർക്കാർ ചീഫ് സെക്രട്ടറി ഓർത്തഡോക്സ് സഭയ്ക്ക് അയച്ച ഒരു നോട്ടീസ് പ്രകാരം 1934 അസൽ ഭരണഘടനയുമായി, ഒറിജിനൽ ഭരണഘടനയുമായി ചർച്ചയ്ക്ക് എത്തണമെന്നാണ്. എൻ്റെ ഒരു സംശയം, എന്താണ് ഈ സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്ന അസൽ ഭരണഘടനയെന്ന് അങ്ങേക്ക് ബോധ്യമായോ? തീർച്ചയായും അതിനകത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഈ സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോൾ ഈ 34 കോൺസ്റ്റിറ്റ്യൂഷൻ ഓർത്തഡോക്സ് സഭ ഹാജരാക്കിയ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സ്വാഭാവികതയെക്കുറിച്ചോ അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചോ ഉള്ളൊരു പരിഗണന ഒരു ഭാഗത്തും വന്നിരുന്നില്ല. കാരണം ഇപ്പോൾ വിവിധ കോടതികളിലും വിവിധ കാലഘട്ടങ്ങളിലായിട്ട് ഓർത്തഡോക്സ് സഭ ഹാജരാക്കിയ ഏതാണ്ട് 7ഓളം ഭരണഘടനകൾ 1934 എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 7ഓളം ഭരണഘടനകൾ അവർ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് അല്പസമയം തരണം. അതിൽ 1934 അവർ തന്നെ മനോരമയുടെ പ്രസ്സിൽ അടിച്ച 1934 ആ ഒറിജിനൽ ഭരണഘടനയിൽ ക്ലോസ് 127 അവർ പറയുന്നുണ്ട്, ഈ ഘടന അസോസിയേഷനിലും എപ്പിസ്കോപ്പൽ സിനഡിലും പാസ്സാക്കിയതിനു ശേഷം നടപ്പിൽ വരുത്തേണ്ടതാകുന്നു. ഞാൻ ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്കല്ല വരുന്നത്. അതിനങ്ങേക്ക് ആവശ്യത്തിന് സമയം ഇരുപക്ഷത്തിനും ഞാൻ നൽകാം. അങ്ങേ ഒരു അഭിഭാഷകൻ എന്ന നിലയിലുള്ള എൻ്റെ ചോദ്യമാണ്, ഈ 1934 ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഈ സർക്കാർ എങ്ങനെയാണ് പറയുക? എന്താണ് ഈ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ? അല്ല, അതിനകത്ത് ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത്, ഒരു കോടതിയിൽ ഇപ്പോൾ സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയ ദേവാലയങ്ങളുണ്ട്. ആ ദേവാലയങ്ങളിലെ ദൈനംദിന കാര്യങ്ങളിൽ ഇപ്പോൾ വലിയ തർക്കമുണ്ട്.
ധാരാളം വിശ്വാസികളുടെ ശവസംസ്കാരം വരെ തടയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു വൈദികന് 34 കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിട്ടുള്ള അധികാരം? എന്താണ് അതിനകത്ത് ഒരു സാധാരണ വിശ്വാസിക്ക്, ഒരു ഇടവക അംഗത്തിന് എന്ത് റൈറ്റ്സ് ആണുള്ളത്? അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അവിടെ യഥാർത്ഥത്തിൽ 34 കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ള സർക്കാർ ഒരു കക്ഷിയല്ലാത്ത കേസിൽ സർക്കാരിന് കൊടുത്തിരിക്കുന്ന ഉത്തരവിൽ ഈ വിധി സുപ്രീം കോടതി പുറപ്പെടുവിക്കുമ്പോൾ അഡ്വക്കേറ്റ് റോയ് എന്നെ അങ്ങേക്ക് കേൾക്കാമെങ്കിൽ നമുക്ക് ക്ലാരിറ്റി വരുത്തി ഈ ചർച്ച മുന്നിലേക്ക് പോവാം. ഈ 2017 ജൂലൈ 3 സുപ്രീം കോടതി വിധി പ്രഖ്യാപിക്കുമ്പോൾ, എല്ലാ വിധികളും കോടതികൾ പ്രഖ്യാപിക്കുമ്പോൾ ആ വിധിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റുകളും ആർക്ക് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. സർക്കാരിനോട് നിർദ്ദേശമെങ്കിൽ സർക്കാരിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ, സുപ്രീം കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാവുന്നതല്ലേ ഉള്ളൂ. കക്ഷിയുടെ പക്കലിൽ നിന്ന് ഡോക്യുമെന്റ് വാങ്ങി നീതി നിർവഹണം നടത്താൻ സർക്കാരിന് എന്ത് അധികാരമാണുള്ളത്? അങ്ങനെയാണോ സർക്കാർ ചെയ്യേണ്ടത്? ഞാനിത് ഈ മെറിറ്റിലേക്ക് കടക്കാതെയുള്ള ഒരു ചോദ്യം മാത്രമാണ്. അല്ല, അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ദേവാലയങ്ങൾ ഉണ്ടായിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ട്. ഇത് രണ്ടും മലങ്കര സഭയുടെ ഭാഗമായിട്ടുള്ള രണ്ട് ഭാഗമായിട്ടാണ് ഇത് നിൽക്കുന്നത്. പല ദേവാലയങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ സമാധാനപരമായി എന്താണ് ഇത് എന്ന്, കാരണം ഇപ്പോൾ ഹൈക്കോടതിയിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്കിത് ഹാജരാക്കാൻ കഴിയില്ല എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൈവശമുള്ള ആ രേഖ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി അവർക്ക് അഗനിസ്റ്റായി ഒരു അഡ്വേഴ്സ് ഇൻഫറൻസ് വരും എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ 34 ഭരണഘടന പ്രകാരം പിടിച്ചുകൊടുത്ത ദേവാലയങ്ങളിൽ വീണ്ടും ഈ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു എക്സിക്യൂഷൻ നടക്കണമെങ്കിൽ നമ്മളൊരു സിവിൽ കോടതിയുടെ ഉത്തരവ് വരുമ്പോൾ തീർച്ചയായും അതിനകത്ത് ഉള്ള ഒരു ഡോക്യുമെന്റ് ബേസ് ചെയ്താണ്. ഓർത്തഡോക്സ് പക്ഷത്തിന്റെ കയ്യിലിരിക്കുന്ന ഭരണഘടന, ഓർത്തഡോക്സ് പക്ഷത്തിന്റെ കയ്യിലിരിക്കുന്ന ഭരണഘടന അസൽ ഭരണഘടനയാണോ എന്ന് ഈ സുപ്രീം കോടതി വിധി വന്നതിനു ശേഷം ഇനി ഈ സർക്കാരിന് പരിശോധിക്കാനുള്ള അവകാശമുണ്ടോ? ലളിതമാണ് ചോദ്യം. അല്ല, ഈ ഓർത്തഡോക്സ് സഭയുടെ കയ്യിലിരിക്കുന്ന ഈ ഭരണഘടന അസലാണോ അല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അതിപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിനു മുമ്പ് ഒരു കോടതികളും അതിനെക്കുറിച്ച് പരാമർശിക്കുകയോ അത് പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അവരാവശ്യപ്പെടുന്ന പോലെ ഒരു ചോദ്യം കൂടി അങ്ങയിലേക്ക് ഞാൻ അങ്ങേക്ക് കൂടുതൽ സമയം തരാം. നമ്മൾ മെറിറ്റിലേക്ക് പ്രവേശിക്കുന്നു. സാവധാനം. ഈ 1958-ലും 1975-ലും 95-ലും പിന്നീട് 2017-ലും വന്ന വ്യത്യസ്തമായ 3 സുപ്രീം കോടതി വിധി, ദീർഘകാലം നീണ്ടുനിന്ന ഈ വ്യവഹാരത്തിൽ ഒരിടത്തും യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ ഹാജരാക്കിയ ഈ അസൽ ഭരണഘടനയെ ചലഞ്ച് ചെയ്തിരുന്നില്ലേ? അല്ല, അതിനകത്ത് ഈ ഭരണഘടനയെ ചലഞ്ച് ചെയ്യുന്ന ഒരു ട്രാക്കിലല്ല ആ കേസുകൾ അന്ന് പോയത്. അത് 34 കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഭരിക്കപ്പെടണം. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ പ്രൊഡ്യൂസ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഒരു സാൻറ്റിറ്റിയെ അന്ന് അതിനകത്ത് ആരും ചലഞ്ച് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നമുക്ക് ആ പോയിന്റിൽ നിന്നാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യാതിരുന്ന് നിങ്ങൾക്കെതിരായ ഒരു വിധി വരുമ്പോൾ അതിനെ എങ്ങനെയാണ് സർക്കാരിലൂടെ മറികടക്കാൻ നിങ്ങൾ ശ്രമിക്കുക? അങ്ങയുടെ പ്രായോഗിക അഭിഭാഷക പരിജ്ഞാനം ഉപയോഗിച്ച് കേരള സർക്കാർ സുപ്രീം കോടതിക്ക് മുകളിലല്ലോ. ഒരു റിവ്യൂ പെറ്റീഷൻ സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ. അരുൺകുമാർ, ഞങ്ങൾ സർക്കാരിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു മൂവ്മെന്റിന്റെ കാര്യമില്ല. ഞങ്ങളുടെ പരാതികൾ സർക്കാരിനെ അറിയിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് ഈ സർക്കാരിനെ കൊണ്ട് ഇങ്ങനെ ഒരു നടപടി എടുപ്പിക്കുന്നത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്കറിയേണ്ടത് അഡ്വക്കേറ്റ് റോയിയുടെ നിയമപരിജ്ഞാനമാണ്. ആ നിയമപരിജ്ഞാനം അനുസരിച്ച് അങ്ങേക്ക് പറയാൻ കഴിയുമോ ചീഫ് സെക്രട്ടറിക്ക് നിലവിലിരിക്കുന്ന സുപ്രീം കോടതി വിധിക്ക് മുകളിൽ ഒരു റിവ്യൂ പെറ്റീഷന്റെ സ്വഭാവത്തിലുള്ള ഒരു നോട്ടീസ് അയക്കാൻ കഴിയുമെന്ന്? അത് ശരിയാണ്. അല്ല, ഇതൊരു റിവ്യൂ പെറ്റീഷൻ അല്ലല്ലോ. അതായത് ഇപ്പോൾ അതായത് ഈ ഓർത്തഡോക്സ് വിഭാഗം ഒരു പ്രോപ്പർ എക്സിക്യൂഷൻ ആവശ്യപ്പെടുന്നു. ആ പ്രോപ്പർ എക്സിക്യൂഷന് ആവശ്യമായ കാര്യങ്ങൾക്ക് സർക്കാരിന് ചോദിക്കാമല്ലോ. കാരണം വിധി നടപ്പിലാക്കാൻ പോകുന്ന ഏജൻസി ഗവൺമെന്റിനോട് ഒരു അന്ത്യശാസനം കൊടുത്ത് വിധി നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അവർ ചില കാര്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതേ ഞാനത് കാണുന്നുള്ളൂ. അല്ല സാർ, അതിന് കക്ഷിയോടാണോ ചോദിക്കുക?
അല്ല, കക്ഷി അതിപ്പോൾ അവരാവശ്യപ്പെടുന്നു. ഇപ്പം ഞാനൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ എൻ്റെ ആവശ്യത്തിന് അനുസൃതമായ ഡോക്യുമെന്റുകൾ കൊടുക്കാൻ ഞാൻ സ്വാഭാവികമായും ഞാൻ സന്നദ്ധനാവേണ്ടതാണല്ലോ. ശരി. അത് സർക്കാരിന്റെ ഭാഗമാണ്. അങ്ങേക്ക് എന്തായാലും സർക്കാരിനെ ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വമില്ല. ഞാൻ ഫാദർ ജോൺസ് കോനാട്ടിലേക്ക് വരുന്നു. ഫാദർ ജോൺസ് കോനാട്ട്, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ ബൈറ്റിലും വളരെ കൃത്യമായി പറഞ്ഞത് ഇത് സുപ്രീം കോടതിയോടുള്ള അനാദരവാണ്, കോടതി അലക്ഷ്യമാണ്, ഇത് യാക്കോബായ സഭയുടെ നാവായി സർക്കാർ പ്രവർത്തിക്കുന്നതിന് തുല്യമാണ്, ഇത്തരത്തിൽ അസൽ ഭരണഘടന ആവശ്യപ്പെടുന്നത് വിചിത്രമാണ് എന്നാണ്. പക്ഷേ ഈ നീതി നിർവഹണത്തിൽ ഒരു ഡോക്യുമെന്റിന്റെ സഹായം സർക്കാരിന് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ അത് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇതൊരു സമവായത്തിലൂടെ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി. അതിലെങ്ങനെ തെറ്റു പറയാൻ കഴിയും? പ്രത്യേകിച്ച് 7 ഭരണഘടനകൾ നിങ്ങൾ സുപ്രീം കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയെന്നാണ് അഡ്വക്കേറ്റ് റോയി അടക്കമുള്ളവർ പറയുന്നത്. ഇതിലേതെങ്കിലും ഒന്നെടുക്കണമല്ലോ നടപ്പിലാക്കാൻ. ഇതിലേതെങ്കിലും ഒന്നെടുക്കുകയല്ല വേണ്ടത്. അതായത് 1995 വിധി കഴിഞ്ഞിട്ട് 2002 ആ വിധി നടത്തിപ്പിൽ കൂടെ ഇരുവിഭാഗവും ഒന്നായിത്തീരണമെന്ന് സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് മളിമഠിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു അസോസിയേഷൻ നടക്കുകയും ആ അസോസിയേഷന് ശേഷം അദ്ദേഹം റിപ്പോർട്ട് എഴുതി സുപ്രീം കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തു. 2002 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ്റെ ബെഞ്ചിൽ നിന്ന് ഉണ്ടായതായ വിധിന്യായം എന്ന് പറഞ്ഞാൽ 1934 ഭരണഘടന ആസ് അമെൻഡഡ് ഫ്രം ടൈം ടു ടൈം, അല്ലാതെ 34 വേർഷൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആസ് അമെൻഡഡ് ഫ്രം ടൈം ടു ടൈം ഷാൽ ഗവേൺ ഓൾ ദ അഫയേഴ്സ് ഓഫ് ദ മലങ്കര ചർച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 34 ഭരണഘടന എന്ന് പറയുന്ന ആ ഭരണഘടനയുടെ പേരാണ്. വെറുതെ സഭാ ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏതാണ് എന്നുള്ളതിനെക്കുറിച്ച് സംശയം വരാതിരിക്കാൻ സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് കോടതി പറഞ്ഞു ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് വാസ് ഫോംഡ് ഇൻ 1934. ആ പേരാണ് ആ ഭരണഘടനയുടെ. സംശയം വരാതിരിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ. ഇപ്പോൾ അഡ്വക്കേറ്റ് റോയി മുന്നോട്ടിലേക്ക് വെച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഈ 7 ഭരണഘടനകൾ ഉണ്ട് എന്നുള്ളത് ഈ യാക്കോബായ വിഭാഗം ഉന്നയിക്കുന്ന ഒരു ആരോപണം മാത്രമാണോ? 1934 ഭരണഘടനയെ വ്യത്യസ്ത സമയങ്ങളിൽ അമെൻഡ് ചെയ്ത് അതേ ഭരണഘടന തന്നെ അമെൻഡഡ് ഫോമായി ഇപ്പോഴും തുടരുന്നു എന്നാണോ? ഇന്ത്യൻ ഭരണഘടന 1950 ശേഷം ഭേദഗതികളോടെ തുടരുന്നു എന്നതുപോലെ അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഒറ്റ ഭരണഘടന ഒരുപാട് അമെൻമെന്റുകളിലൂടെ ഇപ്പോഴും ജീവിക്കുന്ന ഭരണഘടന, ഒറ്റ ഭരണഘടന. അതെ, അത് തന്നെ എക്സാക്ട്ലി, യു സെഡ് ദ ട്രൂത്ത്. അതായത് ഈ 34 ഭരണഘടന 34 ശേഷം പല പ്രാവശ്യം അമെൻഡ് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു ഭരണഘടന പരിശോധിക്കാൻ അവർക്ക് സമയം കിട്ടിയിട്ടില്ല. 1995 സുപ്രീം കോടതിയിൽ ഈ പാത്രിയർക്കീസ് വിഭാഗമാണ് ആവശ്യപ്പെട്ടത് ഈ ഭരണഘടനയിലെ ചില ക്ലോസുകൾ നീതിയുക്തമല്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രയാസമെന്ന് അവർ പറഞ്ഞു. ഉടനെ കോടതി പറഞ്ഞു ആ ക്ലോസുകൾ അമെൻഡ് ചെയ്യപ്പെടട്ടെ. 95 ജഡ്ജ്മെൻറ്റിൻ്റെ അകത്ത് ഈ ഭരണഘടനയുടെ നല്ലൊരു ഭാഗം അതിൻ്റെ അകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. ജഡ്ജിമാർ പറഞ്ഞത് ഈ ഭരണഘടന ഇന്ന രീതിയിൽ അമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ സഭ അത് അമെൻഡ് ചെയ്ത് അവിടെ പ്രസൻറ്റ് ചെയ്തു. 67 ഇരുവിഭാഗവും കൂടെ ചേർന്നിരുന്ന് അമെൻഡ് ചെയ്തിട്ടുണ്ട്. 7 or 10 എണ്ണം കൊടുത്തതാണ്. പക്ഷേ എത്ര പ്രാവശ്യം അമെൻഡ് ചെയ്തിട്ടുണ്ടോ അത്രയും പ്രാവശ്യം പുതിയ മാറ്റങ്ങൾ അതിലുണ്ടായിക്കൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ്. റോയി പറഞ്ഞ 7 ഭരണഘടന എന്നുള്ളത് അവാസ്തവമാണ്. അതെ, അവാസ്തവമാണ്, സംശയമൊന്നുമില്ല. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഭിഭാഷകരിലേക്ക് വരുമ്പോൾ അഡ്വക്കേറ്റ് റോയ്, അപ്പോൾ ഇനി സംശയത്തിന്റെ ആവശ്യമില്ല. ഒറ്റ ഭരണഘടന ധാരാളം ഭേദഗതികളോടുകൂടി അമെൻഡ് ചെയ്ത് ലിവിംഗ് ആയ ഭരണഘടന. ആ ഭരണഘടന 1934 ഭരണഘടന, ഒറിജിനൽ ഭരണഘടന എന്നൊന്ന് പ്രയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ഘട്ടത്തിൽ. അതിനകത്ത് ഞാൻ 7 ഭരണഘടന എന്ന് പറയുന്നത് വിവിധ സമയങ്ങളിൽ വിവിധ കോടതികളിൽ ഇവർ കൊടുത്ത ഭരണഘടനയുടെ കോപ്പികളാണ്. ഇപ്പം അച്ഛൻ ഇത്രയും പറഞ്ഞല്ലോ. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇവിടെ സ്പെഷ്യൽ കോർട്ട്, ചർച്ചിൻ്റെ സ്പെഷ്യൽ കോർട്ടിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും ഈ ഭരണഘടന ഞങ്ങളുടെ കൈവശമില്ല, ഇത് ഹാജരാക്കാൻ കഴിയില്ല എന്ന് ഞങ്ങളല്ല പറഞ്ഞത്. അത് ഓർത്തഡോക്സ് സഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ബിജു ഉമ്മനാണ് അത് പറഞ്ഞത്. ഇത് ഇങ്ങനെ ഒരു ഭരണഘടന ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ സമയാസമയങ്ങൾ കാലാകാലങ്ങൾ മാറ്റം വരുത്തിയ ഒരേ ഒരു ഭരണഘടനയാണെങ്കിൽ ആ ഭരണഘടന കൊണ്ടുവരുന്നതിന്, കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് മുമ്പിൽ കാണിക്കുന്നതിന് എന്താണ് അവരുടെ തടസ്സം? അവരുടെ കൈവശം ഉണ്ടല്ലോ. അപ്പോൾ അവരതിന് തയ്യാറാകാതിരിക്കുന്നത് തന്നെ എന്തോ മറച്ചു വെക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഒരു സംശയം, വീണ്ടും ഈ ക്ലാരിറ്റി വരാൻ വേണ്ടിയാണ്. ഇതൊരു സങ്കീർണമായ വിഷയമാണ്. പല ആളുകളും ഇതിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അല്പം കൂടി ക്ലാരിറ്റി വേണം. ഈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ ഓർത്തഡോക്സ് സഭ ഈ ഭരണഘടന ഹാജരാക്കിയിട്ടില്ല എന്നാണോ അഡ്വക്കേറ്റ് റോയ് പറയുന്നത്?
അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഓരോ സമയത്തും വിവിധ കോടതികളിൽ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ തരം, അതാണ് ഞാൻ 7 എണ്ണം എന്ന് പറഞ്ഞത്. അതിനകത്ത് അവർ ആദ്യം കൊടുത്തതിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ അവസാനം കൊടുത്തതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് വിശ്വസനീയം? അവർ തന്നെ പലയിടത്തും അച്ചടിച്ച. യെസ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇവർ കോടതി ആവശ്യപ്പെട്ടു 34 ഭരണഘടന എന്ന് പറഞ്ഞു. എന്നിട്ട് കോടതി എന്താ വിധി എഴുതിയത്? ഈ കഴിഞ്ഞ ആഴ്ച വടകോട് സെൻറ് മേരീസ് പള്ളിയെ സംബന്ധിച്ച് ഇതേ ആവശ്യം അവർ ഉന്നയിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചു. കേരള ഹൈക്കോടതി എന്നാ പറഞ്ഞത്? ഇനി ഈ 34 വേർഷനെക്കുറിച്ച് മിണ്ടുകയേ വേണ്ട, അത് ചർച്ച ചെയ്യണമെങ്കിൽ ധാരാളം സമയം നേരത്തെ ഉണ്ടായിരുന്നു. അതൊന്നും ഉപയോഗപ്പെടുത്താതെ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ സുപ്രീം കോടതി ഒരു തീർപ്പ് കൽപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കൽപ്പിച്ച തീർപ്പിനെ ഇനി വീണ്ടും മാന്തിയെടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യവുമില്ല എന്ന് അസന്നിഗ്ധമായിട്ട് കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സുപ്രീം കോടതിയിൽ ഇവർ പോയല്ലോ, ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ. ഞങ്ങൾ കേസിൽ എനിക്കറിയില്ല. ശരി, മറുപടി കൂടി പറയാം. അതിന് കൃത്യമായ മറുപടി ഉണ്ട്. മറുപടി ഞാൻ പറയാം. അതായത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ജസ്റ്റിസ് PB സുരേഷ് കുമാറിൻ്റെ ബെഞ്ചിൽ ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ അവരോട് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അവർ ഈ ഒരു സാധനം കൈവശമില്ല, ഇത് ആദ്യം പറഞ്ഞു ഇത് പൊടിഞ്ഞു പോകും, എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവസാനം ഞങ്ങളുടേത് കൈവശമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കേസുകളിൽ ഈ ഡോക്യുമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അഡ്വേഴ്സ് ഇൻഫറൻസ് എടുക്കണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, നമ്മൾ സുപ്രീം കോടതി വിധിയാണെങ്കിലും ജില്ലാ കോടതി വിധിയാണെങ്കിലും ഹൈക്കോടതി വിധിയാണെങ്കിലും തെറ്റായ ഒരു ഡോക്യുമെന്റ് ഉപയോഗിച്ച് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കിയാൽ, ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞു, തെറ്റായ ഒരു ഡോക്യുമെന്റ് ഉപയോഗിച്ച് ഒരു കോടതി വിധി നടപ്പാക്കി തരില്ല എന്ന് പറഞ്ഞോ? അല്ല, അഡ്വക്കേറ്റ് റോയി, ഇതൊക്കെ കോടതി വ്യത്യസ്ത സമയങ്ങളിൽ ചോദിക്കുന്നത്. അന്തിമ വിധി എന്തായിരുന്നു? അത് 1934 ഭരണഘടന കണ്ടു കോടതി വിധി എഴുതിയതല്ലേ? അല്ല, ഞാൻ അതിന് മറുപടി ഞാൻ പറയാം. അതായത് തെറ്റായ ഒരു ഡോക്യുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു കോടതിയിൽ നിന്ന് ഒരു വിധി വാങ്ങിയാലും ഒരു മുൻസിഫ് കോടതിക്ക് ആ കേസ് ആ വിധി തള്ളിക്കളയാൻ സാധിക്കും. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പുതിയൊരു നിയമയുദ്ധത്തിന്റെ തുടക്കം മനസ്സിലായി, ആർഗ്യുമെന്റ് മനസ്സിലായി. ഞാൻ ഇനി MR അഭിലാഷിലേക്ക് പോകുന്നു. ശ്രീ MR അഭിലാഷ്, ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. നിലവിൽ ഈ പോയിന്റിലേക്കാണ് നമ്മൾ എത്തുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്ന ആശങ്ക നമുക്കും ഉണ്ടായിരുന്നു. ഇവിടെ അഡ്വക്കേറ്റ് റോയി പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്: ഓർത്തഡോക്സ് സഭ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കൊടുത്ത 1934 ഭരണഘടന എന്ന് പറഞ്ഞ് കൊടുത്തത് പലതും പല ഡോക്യുമെന്റുകളാണ്. അത് യഥാർത്ഥത്തിലുള്ള ഡോക്യുമെന്റ് അല്ല, അത് വ്യാജമായിരുന്നു. ആ വ്യാജ ഡോക്യുമെന്റിന് ഇനി മറികടന്നുകൊണ്ട് സുപ്രീം കോടതി പോകാൻ കഴിയില്ല. പുതിയൊരു യുദ്ധം തുടക്കുകയാണ്. അതിനുവേണ്ടി സർക്കാരിനെ ഈ കൂടി ഇതിന്റെ ഭാഗമാക്കി മാറ്റുന്നു. സർക്കാർ അതുകൊണ്ട് ഓർത്തഡോക്സ് ഭാഗത്തോട് ചോദിക്കുന്നു അസൽ ഭരണഘടനയുമായി വരണമെന്ന്. വിചിത്രമായ വാദമാണ് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് കണ്ടത്. ഇതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഇത്തരത്തിലുള്ളൊരു അവകാശം ചീഫ് സെക്രട്ടറിക്കുണ്ടോ? ശ്രീ അരുൺ, താങ്കൾ ആദ്യമേ ഉന്നയിച്ച ചോദ്യങ്ങൾ തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ചൊരു കുറച്ച് വ്യക്തത നൽകുന്ന ചോദ്യങ്ങളായിരുന്നു. സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്ന ഒരു ഘട്ടത്തിലും ഇപ്പോൾ ഇവർ ഈ 1934 കോൺസ്റ്റിറ്റ്യൂഷൻ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ച് ഉള്ള ഒരു ചലഞ്ച് റേസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇവിടെ അഡ്മിറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അങ്ങനെ റേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി വിധി പറഞ്ഞതിന് ശേഷം 2 വർഷത്തിന് ശേഷം ഈ ഒരു ചലഞ്ച് റേസ് ചെയ്യുന്നത് എത്രത്തോളം നിയമപരമായി നിലനിൽക്കുമെന്നറിയില്ല. പിന്നെ ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധിയായ ഫാദർ ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആസ് അമെൻഡഡ് ഫ്രം ടൈം ടു ടൈം 103 തവണ അമെൻഡ് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. 1950 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒറിജിനൽ ബുക്ക് റിട്രീവ് ചെയ്തുകൊണ്ട് വരേണ്ടുന്ന കാര്യമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കുവാനും ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനും. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ അമെൻമെൻ്റ് ആണ് ഇതിൻ്റെ അടിസ്ഥാന വിഷയമെങ്കിൽ ഈ ഒരു ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു രീതിയിലും ലീഗലി സസ്റ്റൈനബിൾ അല്ല. ഹീൽ ബി ആൻസറബിൾ ടു കോർട്ട്. അറ്റ് ദ സെയിം ടൈം യാക്കോബായ വിഭാഗത്തിൻ്റെ പ്രതിനിധിയായ അഭിഭാഷകൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടെ മൾട്ടിപ്ലിസിറ്റി ഓഫ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടായെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭരണഘടനയുടെ തന്നെ വിവിധ വേർഷൻസ് ഇവർ തന്നെ കോടതിയിൽ പലതവണ ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുതയെങ്കിൽ certainly that will require the examination of Supreme Court. പക്ഷേ as it stands now ഇത്രയും നാൾ അവരെ ഇത് കണ്ടസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ
they are now stopped from raising a new നിയമപരമായി contest. അഭിലാഷ് ഈ കാര്യത്തിൽ ഇനി യാക്കോബായ വിഭാഗം ഈ കേസിൽ തോറ്റ കക്ഷികളാണ്. തോറ്റ യാക്കോബായ സഭയ്ക്ക് ഇനി ഒരു പുതിയ നിയമത്തിന്റെ യുദ്ധമുഖം തുറക്കണമെങ്കിൽ സുപ്രീം കോടതിയിൽ ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുക്കണം. നിങ്ങൾ പരിഗണിച്ച 1934 കോടതി പരിഗണിച്ച 34 ഭരണഘടന വ്യാജമായിരുന്നു. ആ വ്യാജമായ ഭരണഘടനയുടെ പുറത്ത് പ്രഖ്യാപിച്ച വിധി തെറ്റായി പോയി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിവ്യൂ പെറ്റീഷൻ മാത്രമല്ലേ സാധിക്കൂ. അത് നിലവിൽ ഇനി 34 ഭരണഘടനയെക്കുറിച്ച് മിണ്ടരുതെന്ന് പലതവണ അരുൺ മിശ്ര അടക്കമുള്ളവർ പറയുകയും ചെയ്തു. ഇതിനപ്പുറം മറ്റെന്തെങ്കിലും സാധ്യമാണോ? റിവ്യൂ പെറ്റീഷൻ ഇനി സാധ്യമല്ല അരുൺ. കാരണം റിവ്യൂ പെറ്റീഷൻ ഓൾറെഡി കളഞ്ഞു കഴിഞ്ഞതാണല്ലോ. നമുക്ക് കാലാകാലങ്ങളിൽ പുതിയ പുതിയ റിവ്യൂ പെറ്റീഷൻസ് പ്രിഫർ ചെയ്യാൻ കഴിയില്ല. റിവ്യൂ പെറ്റീഷൻ തള്ളിക്കഴിഞ്ഞാൽ ഇനി ഒരു ക്യൂറേറ്റീവ് പെറ്റീഷൻ മാത്രമാണ് ഇനി അവരുടെ മുൻപിൽ സാധ്യമായിട്ടുള്ളത്. ക്യൂറേറ്റീവ് പെറ്റീഷൻ 2002 സുപ്രീം കോടതിയുടെ രൂപ അശോക് ഹൂഡ ജഡ്ജ്മെൻറ്റ് വഴി കൊണ്ടുവന്ന ഒരു പ്രത്യേക ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ക്യൂറേറ്റീവ് പെറ്റീഷൻ ഫയൽ ചെയ്യാനുള്ള ഗ്രൗണ്ട്സ് വളരെ പരിമിതമാണ്. 1, സ്വാഭാവിക നീതിയുടെ നിഷേധം. 2, ജുഡീഷ്യൽ ബയസ്. സ്വാഭാവിക നീതിയുടെ നിഷേധം ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ ഒരു ജുഡീഷ്യൽ ബയസ് ആരോപണം വരാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ സുപ്രീം കോടതി ഇട്ട ഉത്തരവ് അത് അതേപടി നിലനിൽക്കുന്നതായിരിക്കും. ഇനി സുപ്രീം കോടതിയിൽ ഈ കേസ് വരുന്ന സമയത്ത് യാക്കോബ സഭയുടെ ഭാഗ്യത്തിന് കോടതി ഇതിനകത്തൊരു വസ്തുതയുണ്ട് എന്നൊരു കണ്ടെത്തൽ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ഒരു ആസ്പെക്റ്റ് പരിശോധിക്കപ്പെട്ടേക്കാം. അല്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന വിധി അന്തിമമാണ്. ഒരു സ്റ്റേജിലും ഈ ഒരു വിഷയം ഉന്നയിക്കപ്പെടാത്തത് കൊണ്ട് ഇനി വിധിയുടെ ഇംപ്ലിമെൻറ്റേഷൻ തടയുവാൻ വേണ്ടി ഇതൊരു ഗ്രൗണ്ടായിട്ട് കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഇത് രാജ്യത്തെ അവസാനത്തെ കോടതിയാണ്. അത് ബൈ ഇറ്റ്സ് ഗുഡ് വിൽ അതൊന്ന് പരിശോധിക്കാൻ തീരുമാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ്. അഡ്വക്കേറ്റ് കുര്യൻ മാത്യു കൂടി നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് കുര്യൻ മാത്യു, നിലവിൽ ഈ കേസുമായി ഈ സഭാതർക്കത്തിൽ താങ്കൾ പല ഘട്ടങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരള സർക്കാരിന്റെ ചീഫ് സെക്രട്ടറി ഓർത്തഡോക്സ് വിഭാഗത്തിന് അയച്ചു കൊടുത്തിരിക്കുന്ന ഒരു നോട്ടീസ്, ആ നോട്ടീസിൽ പറയുന്ന 1934 ഒറിജിനൽ ഭരണഘടനയുമായി സഭാധ്യക്ഷൻ വരണം എന്നുള്ള നോട്ടീസിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് വിചിത്രമെന്നാണോ താങ്കളുടെ വാദം? അതല്ല സർക്കാരിൻ്റെ ഒരു സഹായത്തിനു വേണ്ടി സർക്കാർ ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ് എന്ന രീതിയിൽ മാത്രം അതിനെ കണ്ടാൽ മതിയോ? അഡ്വക്കേറ്റ് കുര്യൻ, ചെറിയൊരു ശബ്ദ സാങ്കേതിക തടസ്സമുണ്ട്. വളരെ പെട്ടെന്ന് ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. അഡ്വക്കേറ്റ് റോയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് റോയി, MR അഭിലാഷ് ഇവിടെ അതിൻ്റെ നിയമപരമായ സാധുതയെക്കുറിച്ച് സൂചിപ്പിച്ചത് അങ്ങ് കേട്ട് കഴിഞ്ഞല്ലോ. ഇനിയൊരു ക്യൂറേറ്റീവ് പെറ്റീഷനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ അതിവിരളമാണ് നിലവിൽ ഈ സുപ്രീം കോടതി വിധി വന്ന് 2 വർഷത്തിനു ശേഷം സുപ്രീം കോടതിയുടെ മുൻപിൽ മൾട്ടിപ്ലിസിറ്റി ഓഫ് ഡോക്യുമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ സുപ്രീം കോടതിയെ കബളിപ്പിച്ചിരിക്കുന്നു തുടങ്ങിയ വാദങ്ങൾ. ആ ഒറ്റ പോയിന്റ് മാത്രമല്ലേ ഇനി യാക്കോബായ വിഭാഗത്തിന് മുന്നിലുള്ളൂ? അതാണോ നിങ്ങളുടെ പോയിന്റ്? അല്ല, അതിനകത്ത് എനിക്കിപ്പോൾ അങ്ങനെ ഒരു ക്യൂറേറ്റീവ് പെറ്റീഷൻ മാത്രം എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഈ വിധി നടപ്പിലാക്കിയ ദേവാലയങ്ങളിൽ ഈ 34 കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ആൾക്കും ഇതിൻ്റെ ഒരു ഓണർഷിപ്പോ അധികാരമോ നൽകുന്നില്ല. ബെനഫിഷ്യറീസ് അല്ലെങ്കിൽ പാരീഷണേഴ്സ് ആണ് ഇതിൻ്റെ യഥാർത്ഥ അവകാശികൾ. അപ്പോൾ അങ്ങനെയുള്ള ബെനഫിഷ്യറീസിൻ്റെ റൈറ്റ്സ് കർട്ടയിൽ ചെയ്യുന്ന നടപടികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി 34 കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഞാൻ അതിനകത്ത് എനിക്കൊരു അല്പസമയം തന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോൺട്രഡിക്ഷൻ എനിക്ക് പറയാനുണ്ട്. അത് പറയാൻ എന്നെ അനുവദിക്കണം. ഒരു 2 മിനിറ്റ് സമയം എടുക്കും. കാരണം മെറിറ്റിലേക്ക് വരാം. പക്ഷേ നമ്മളുടെ ഈ ആദ്യ ഭാഗത്തിന്റെ ചർച്ച ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ പൂർണ്ണമായും ഈ ഘട്ടത്തിൽ സമ്മതിക്കുന്നുണ്ടോ 2017 ജൂലൈ മാസം 3-ാം തീയതി വന്ന സുപ്രീം കോടതി വിധി, ആ വിധി നിങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു? ആ വിധി നടപ്പാക്കുന്നതിന് ഇനി സർക്കാരിന് മുന്നിൽ നിയമ തടസ്സമില്ല, ഈ സർക്കാരിനത് നടപ്പാക്കാവുന്നതാണ്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ മുന്നിൽ ക്യൂറേറ്റീവ് പെറ്റീഷൻ മാത്രമേ ഒരു നിയമപരമായിട്ടുള്ള ഒരു സാധ്യതയെങ്കിലും ഉള്ളൂ. ആ സാധ്യതയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? അവിടെ പറഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വരാം. അല്ല, അതിനകത്ത് ഞങ്ങൾ ഇപ്പോൾ നിലവിൽ ഒരു ആർട്ടിക്കിൾ 32 പെറ്റീഷൻ സുപ്രീം കോടതിയുടെ ഡയറക്ഷനിൽ തന്നെ, അതായത് ഇനി മറ്റൊരു കോടതിയും സമീപിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി. പക്ഷേ അതേ സുപ്രീം കോടതി തന്നെ ബോബ്ഡെയുടെ, ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബോബ്ഡെയുടെ ബെഞ്ചിൽ നിന്നും ഹൈക്കോടതിയിൽ നിങ്ങളുടെ ആർട്ടിക്കിൾ 32, അതായത് നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേഷൻസ് ഹൈക്കോടതിയിൽ പറയാൻ ആവശ്യപ്പെട്ടിട്ട് ഞങ്ങളത് ചെയ്യുകയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 32 പെറ്റീഷൻ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യൂറേറ്റീവ് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സാധ്യതയാണ്. കാരണം ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്.
കാര്യമാണ്. പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി ഞങ്ങളുടെ അവകാശത്തിൽ നിന്ന് ദേവാലയങ്ങൾ ഞങ്ങളെ ഇറക്കി വിടുന്ന ഒരു ഹൃദയവേദന ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, വെറും നിയമത്തിൻ്റെ കർക്കശമായ ആ ഒരു കരിങ്കല്ല് പോലെ ഹൃദയമില്ലാത്ത ഒരു സമീപനം ഞങ്ങളെ സംബന്ധിച്ച് എടുക്കാൻ കഴിയില്ല. കാരണം അവർക്ക് നിലവിൽ ചീഫ് സെക്രട്ടറി അയച്ച നോട്ടീസ് ഓർത്തഡോക്സ് സഭ അസൽ ഭരണഘടന ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് അയച്ച നടപടിയെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു? അല്ല, അത് ഗവൺമെൻറ് എടുക്കുന്ന നടപടികൾ, അതിപ്പോൾ വിധി നടപ്പിലാക്കാൻ ഉത്തരവാദിത്വമുണ്ട് ഗവൺമെൻറ്റിന്. അപ്പോൾ അത് സ്വാഗതം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ സർക്കാരിൻ്റെ നടപടികൾ എടുക്കട്ടെ. ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളായ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സർക്കാരിലേക്ക് എന്തോ ഒരു ഭരണഘടന കൊടുത്തു എന്നും കേൾക്കുന്നുണ്ട്. അത് ശരിയാണോ? നിങ്ങൾ സർക്കാരിലേക്ക് ഒരു അസൽ ഭരണഘടന എഴുതിയുണ്ടാക്കിയ ഭരണഘടന കൊടുത്തു എന്ന് കേൾക്കുന്നു. ഞങ്ങൾക്ക്, അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇപ്പോൾ 1934 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പള്ളികളിൽ നടത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു മാനുസ്ക്രിപ്റ്റ് ഞങ്ങളുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. ആ 34 കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതിനകത്ത് പല പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് അന്നുണ്ടായിരുന്നത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ മാനുസ്ക്രിപ്റ്റ് നിങ്ങൾ അംഗീകരിക്കുന്നതാണോ? അതായത് ആ മാനുസ്ക്രിപ്റ്റ് അനുസരിച്ച് പാത്രിയർക്കീസ് ബാവയുടെ സ്ഥാനവും ഒരു പാത്രിയർക്കീസ് ബാവ അംഗീകരിക്കാവുന്ന തരത്തിലുള്ള ഒരു ഡോക്യുമെന്റ് ആണത്. ഇന്ന് ഇവർ കൊണ്ടുവരുന്ന 2011 ഒരു 1934 യഥാർത്ഥ ഭരണഘടനയാണെന്ന് യാക്കോബായ അവകാശപ്പെടുന്നു. അതാണ് നിങ്ങളുടെ കയ്യിലുള്ള മാനുസ്ക്രിപ്റ്റ്, അങ്ങനെയല്ലേ? അല്ല, അതിന്റെ മാനുസ്ക്രിപ്റ്റ് ആണ്, യഥാർത്ഥം എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. അതിന്റെ ഒരു മാനുസ്ക്രിപ്റ്റ്, കൈയെഴുത്ത് പ്രതിയാണ്. അപ്പൊ അത് ഭരണഘടനയല്ലേ? അതോ ഭരണഘടനയിലേക്ക് നയിച്ച ഒരു കൈയെഴുത്തു പ്രതി, അങ്ങനെയാണോ? തീർച്ചയായും. കാരണം അതേപോലെ അത് അല്ലല്ല, അങ്ങനെയല്ല. അതുപോലെയുള്ള ഇവര് പ്രിന്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പറയില്ല, ഒരു കൈപ്പുസ്തകം എന്നുള്ളത് ഒരു സ്റ്റാറ്റസ് അതിന് വരുന്നുള്ളൂ. ഒരു പ്രിന്റ് ചെയ്യാത്ത വേർഷൻ. അതെ, കൈയെഴുത്ത് പ്രതിയാണത്. ശരി, ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ യാക്കോബായ സഭ, പത്രിയർക്കീസ് ബാവ? അല്ല, അതുകൂടി അതിനകത്ത്, കാരണം അതിനകത്ത് പാത്രിയർക്കീസിന് കുറെ ക്ലോസസ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇവരിത് ഇവർ അമെൻഡ് ചെയ്തു എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞത് അതിനകത്ത് പാത്രിയർക്കീസിന്റെ പേര് വെട്ടി അവിടെ എല്ലാം കാതോലിക്കാന്ന് ചേർത്ത ഒരു ഡിഫറൻസ് ആണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ശരി സാർ, ഇതാണ് ഒറിജിനൽ ഭരണഘടനയെങ്കിൽ ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അതിനകത്ത് പാത്രിയർക്കീസിനെ ഞങ്ങളുടെ വിശ്വാസപരമായ പ്രതിസന്ധി ആ ഭരണഘടനയിൽ ഇല്ല. സ്വാഭാവികമായി ഞങ്ങൾക്ക് അത് അംഗീകരിക്കുന്നതിന് പ്രയാസമില്ല. എങ്കിൽ പിന്നെ എന്തിനാണ് 2002 ഒരു പുതിയ ഭരണഘടന ജൂലൈയിൽ പുത്തൻകുരിശിൽ ഉണ്ടാക്കിയത്, സൊസൈറ്റി ആക്ട് പ്രകാരം അത് രജിസ്റ്റർ ചെയ്തത്? അല്ല, ഇതൊരു പുതിയ സംഭവവികാസമാണ്. ഇതിനകത്ത് സത്യം ഒരിക്കൽ മറനീക്കി പുറത്തു വരും എന്ന് പറഞ്ഞതുപോലെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് 2002 അന്ന് ഇത് ഓരോ സമയത്തും കേസുകളുമായി നടക്കുമ്പോൾ അന്നുള്ള നിയമ വിദഗ്ധരുടെ ഒരു ഉപദേശങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നത് ശരിയല്ല, കാരണം എനിക്ക് അതിനെക്കുറിച്ച് നേരിട്ടുള്ള ഒരു അറിവില്ല. അങ്ങേക്ക് തന്നെ ഇപ്പോൾ ബോധ്യപ്പെട്ടില്ല. 1934 ഒരു യഥാർത്ഥ മാനുസ്ക്രിപ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു, അത് അംഗീകരിക്കാമെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ 2002 അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ തന്നെ സൊസൈറ്റി ആക്ട് പ്രകാരം മറ്റൊരു ഭരണഘടന രൂപീകരിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ 2 ഭരണഘടനകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഒന്ന് 1934 ഒറിജിനൽ ഭരണഘടനയിൽ നിന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന കൈയെഴുത്ത് രേഖ, പിന്നൊന്ന് 2002 ഇപ്പോൾ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ ഭരണഘടന. 2 ഭരണഘടന കൈവശം വെച്ചിട്ടുണ്ട് നിങ്ങൾ. അതിലൊന്ന് പഴയത്, ഇപ്പോൾ 2002 നിങ്ങൾ ഇതിൽ ഏതിനൊപ്പം നിൽക്കുന്നു എന്നതിൽ വ്യക്തതയുമില്ല. അങ്ങനെ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ 2002 കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അന്നേരത്തെ ഒരു സാധ്യത. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 34 കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യണമെന്ന് ഒരു സുപ്രീം കോടതി വിധിയുള്ളപ്പോൾ സ്വാഭാവികമായി അതിനകത്തുള്ള ഒറിജിനൽ ഡോക്യുമെന്റ് ആണ് എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ആ ഒരു ഡോക്യുമെന്റിന് അതിന്റെ ഒരു വാല്യൂ ഞങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഈ ചീഫ് സെക്രട്ടറി ഓർത്തഡോക്സിന് നൽകിയ ഈ നോട്ടീസിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സഹായ അവസ്ഥയുണ്ട്. സുപ്രീം കോടതിയുടെ 2017 വിധി വന്നതിന് ശേഷം പല പള്ളികളിലും അത് ഗവൺമെൻറ് നടപ്പാക്കി തുടങ്ങി. ഒരു സ്ഥലത്ത് പോലും സമാധാനപരമായി നടപ്പാക്കാൻ സാധിച്ചില്ല. ഒരു പക്ഷേ ഇപ്പോൾ താൽക്കാലികമായ ചില പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ടാവാം പല ഇടവകളിലും. എങ്കിലും ഇപ്പോഴും വിശ്വാസികൾ തമ്മിലൊരു യോജിപ്പോ ഒരു സമാധാനമോ അവിടെ നടപ്പായിട്ടില്ല. ഇതിനു വേണ്ടി ഗവൺമെൻറ് പലതവണ അനുരഞ്ജന യോഗങ്ങളും ചേർന്നു, അനുരഞ്ജന സമിതികളുണ്ടാക്കി 2 വിഭാഗത്തെയും ക്ഷണിച്ചു. എന്നാൽ ഓർത്തഡോക്സ് വിഭാഗം അന്നു തൊട്ട് ഇന്ന് വരെ
അതുമായിട്ട് സഹകരിക്കാൻ തയ്യാറായില്ല. കാരണം ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായൊരു സുപ്രീം കോടതി ഉത്തരവ് കിട്ടി. ഇനി അതിൽ നിന്ന് ഡൈല്യൂട്ട് ചെയ്ത് കളയാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ യാക്കോബായ സഭ പൂർണ്ണമായും ഈ അനുരഞ്ജനത്തിന് അനുകൂലമാണ് താനും. കാരണം സുപ്രീം കോടതി വിധി പൂർണ്ണമായും അവർക്ക് എതിരായതുകൊണ്ട്. ഈ രീതിയിൽ പല ശ്രമങ്ങൾ ഗവൺമെൻറ് തലത്തിൽ നടത്തിയിട്ടും ഓർത്തഡോക്സ് സഭ ഇതുമായിട്ട് ഒരു അനുരഞ്ജന യോഗത്തിന് വരുവാനായിട്ട് സമ്മതിച്ചില്ല. എനിക്കിപ്പോഴും അറിയാത്തത് അഡ്വക്കേറ്റ് കുര്യൻ, ഈ അനുരഞ്ജന ചർച്ച എന്നുള്ളത് സുപ്രീം കോടതി വിധിയിലെ ഒരു എസെൻഷ്യലായ ഗവൺമെന്റിനോടുള്ള ഡയറക്ഷനാണോ? അല്ല, അനുരഞ്ജന ചർച്ച എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുമില്ല. കാര്യം ആദ്യ ചില ഉത്തരവുകൾ പറഞ്ഞെങ്കിലും അതിനുശേഷം എല്ലാ കോടതിയിലും വീണ്ടും സമീപിക്കുമ്പോഴൊക്കെ വളരെ കർശനമായ സ്വരത്തിൽ തന്നെ കോടതി വിധി നടപ്പാക്കണം എന്ന് തന്നെയാണ് ഗവൺമെന്റ് കൊടുക്കുന്ന നിർദ്ദേശം. സർക്കാർ ഈ ഉത്തരവ് നടപ്പാക്കി ഈ 1064 പള്ളികളിലും ഓർത്തഡോക്സ് സഭയുടെ പ്രമാണിത്വം അംഗീകരിക്കണം. അതുപ്രകാരമുള്ള 1934 ഭരണഘടനാ പ്രകാരമുള്ള ഇടവകകളുടെ തിരഞ്ഞെടുപ്പ് നടത്തണം. അതുപ്രകാരമുള്ള മെത്രാന്മാരുടെ നിയമനവും നടത്തണം. ശരിയല്ലേ? അതെ, അങ്ങനെയാണ് സുപ്രീം കോടതി ഉദ്ദേശിക്കുന്നത്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഫ്ലോറിൽ നിൽക്കുന്നത് സർക്കാരാണ്. ഓരോ ഇടവകകളിൽ നിന്നും ഒരു കൂട്ടം ജനങ്ങളെ, ഒരുപക്ഷെ പല പള്ളികളിലും ഭൂരിപക്ഷം ജനങ്ങളെ ഇറക്കി വിടുകയും ന്യൂനപക്ഷത്തിന് പള്ളി കൊടുക്കുകയും ചെയ്യുന്നതിലുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഏറ്റവും അധികം ഫേസ് ചെയ്യുന്നത് കേരള സർക്കാരാണ്. സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ കാര്യങ്ങൾ അവിടെ നിർദ്ദേശിച്ചാൽ മാത്രം മതി, നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചാൽ മതി. സർക്കാർ അത് നടപ്പാക്കാൻ ചെല്ലുമ്പോൾ സാധാരണ ജനങ്ങളുടെ മുമ്പിൽ ഇത് പ്രായോഗികമായി വിധി നടപ്പാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് സർക്കാരിന് തോന്നിയാൽ സർക്കാർ ചെയ്യേണ്ടത് ആ വിധിയെ മറികടക്കാൻ ഇത്തരത്തിലുള്ള അനുരഞ്ജന ശ്രമങ്ങളിലേക്ക് പോവുകയാണോ? അതും ഒരു കക്ഷിക്ക് താല്പര്യമില്ല ആദ്യം മുതൽ അവസാനം വരെ. ഇപ്പോൾ അവർ കോടതി ലക്ഷ്യത്തിന് മുന്നോട്ട് പോവുകയാണ്. ഓർത്തഡോക്സ് സഭ ഈ ഘട്ടത്തിൽ ഒരു കോടതി ലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോയാൽ ചീഫ് സെക്രട്ടറിയെ പിടിച്ച് നേരത്തെ അരുൺ മിശ്ര പറഞ്ഞതുപോലെ ഒരു ദിവസം മുഴുവൻ സുപ്രീം കോടതിയിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകില്ലേ? അതിനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത് ശ്രീ അരുൺ. സുപ്രീം കോടതിയുടെ ജൂലൈ 2 ഒരു ഉത്തരവാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ആ ഉത്തരവിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനകത്ത് മാനുഷികമായ വശങ്ങളോ ഇതിനകത്ത് സർക്കാരിൻ്റെ രാഷ്ട്രീയ ധർമ്മസങ്കടമോ ഒക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെയും നമുക്ക് നിരാകരിക്കാൻ കഴിയാതിരിക്കുന്നത് ഈ സുപ്രീം കോടതിയുടെ ജൂലൈ 2 ഓർഡറാണ്. ആ ഓർഡറിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? there cannot be any violation of the order by anyone concerned. ആർക്കും ഈ ഉത്തരവ് ഒരു രീതിയിലും വയലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഈവൻ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് കനോട്ട് ആക്ട് കോൺട്രറി ടു ദ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഒബ്സർവേഷൻസ് മെയ്ഡ് ബൈ ദിസ് കോർട്ട്. ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ഡ്യൂട്ടി ടു എൻഷോർ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട്. എന്താണ്? ജഡ്ജ്മെൻറ്റ് ഓഫ് ദിസ് കോർട്ട് ഈസ് ഇംപ്ലിമെൻറ്റഡ് ഫോർത്ത് വിത്ത് എന്ന് വെച്ചാൽ വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്. ദെൻ പിന്നെ സുപ്രീം കോടതി എന്താണ് പറയുന്നത്? സ്റ്റേറ്റ് ആൻഡ് ഓൾ പാർട്ടീസ് ഷാൽ എബൈഡ് ബൈ ദ ജഡ്ജ്മെൻറ്റ് and it cannot solve the matter in any manner different than the judgment passed by this court. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒറിജിനാലിറ്റി ഒക്കെ കണ്ടസ്റ്റ് ചെയ്യപ്പെടുന്നതൊന്നും തന്നെ ഇവിടെ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ജൂലൈ 2 ഉത്തരവ് വ്യക്തമാക്കുന്നത്. വേറൊരു രീതിയിലും ഇത് സോൾവ് ചെയ്യാൻ കഴിയില്ല. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് അതേപടി നടപ്പാക്കണം. അപ്പം പിന്നീട് ഉയർന്നു വന്നിട്ടുള്ള ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ ഒറിജിനാലിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള അലിഗേഷൻസും വാദങ്ങളും ഒന്നും തന്നെ നിയമത്തിൻ്റെ ചുരുക്കത്തിൽ അഭിലാഷ്, ഈ യാക്കോബായ വിഭാഗത്തിന്റെ വാക്കുകൾ കേട്ട് സർക്കാരും ചീഫ് സെക്രട്ടറിയും അബദ്ധത്തിൽ ചാടാൻ പോകുന്നു എന്നാണോ നമ്മൾ ഈ ഘട്ടത്തിൽ കരുതേണ്ടത്? അല്ല, ജസ്റ്റിസ് അരുൺ മിശ്ര നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി വിധികൾ സെലക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സുപ്രീം കോടതി വിധികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയൊരു പാസ്റ്റ് ഉണ്ടല്ലോ. ജസ്റ്റിസ് അരുൺ മിശ്രയുടെ മുമ്പിൽ തന്നെയല്ലേ കരുണ ഓർഡിനൻസ് സ്ട്രൈക്ക് ഡൗൺ ചെയ്യപ്പെട്ടത്. അപ്പോൾ ജസ്റ്റിസ് അരുൺ മിശ്ര വളരെ വ്യക്തമായി പറയുകയുണ്ടായല്ലോ, ഐ വിൽ സമ്മൺ ദ ചീഫ് സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് എന്ന് വ്യക്തമായി പറയുകയുണ്ടായല്ലോ. പിന്നെ അതുപോലെ തന്നെ IAS ഓഫീസേഴ്സ് ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 1998 ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് നിലവിൽ ഒരു സമവായത്തിനും അനുരഞ്ജനത്തിനും ഇന്ത്യയുടെ നീതിപീഠം വിധിച്ച വിധിക്കും അപ്പുറത്തേക്ക് ദൈവത്തിന്റെ ഹിതം, വിശ്വസിക്കുന്ന സഭയുടെ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിച്ചാൽ ഒരു അനുരഞ്ജനത്തിനും സമവായത്തിനും ഓർത്തഡോക്സ് സഭയ്ക്ക് ഈ ഘട്ടത്തിലെങ്കിലും, വിജയിച്ചു നിൽക്കുന്ന ഘട്ടത്തിലെങ്കിലും തയ്യാറാകാൻ കഴിയുമോ എന്നാണ്. സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ ദൈവപുത്രന്മാരാണ് എന്നുള്ള സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ നീതിന്യായത്തിൽ നിങ്ങൾ വിജയികളാണ്. പ്രായോഗികമായിട്ടുള്ള നീതിന്യായത്തിലും ബൈബിൾ വചനത്തിലും കൂടി വിജയികളാകാൻ നിങ്ങൾ യാക്കോബായ സഭയുമായി ചർച്ചയ്ക്ക് തയ്യാറാകുമോ ഈ ഘട്ടത്തിൽ എന്നാണ് അറിയേണ്ടത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം എനിക്ക്
You are watching 24. എൻകൗണ്ടർ തുടരുന്നു. നീതിപീഠത്തിന്റെ നീതിന്യായത്തിൽ വിജയിച്ചു നിൽക്കുമ്പോഴും ഓർത്തഡോക്സ് സഭയ്ക്ക് ഇനി അനുരഞ്ജനത്തിനും സമാധാന നീക്കങ്ങൾക്കുമായി മുൻകൈയെടുക്കാൻ കഴിയില്ലേ എന്നുള്ളതാണ് ഈ ഭാഗത്ത് എൻകൗണ്ടർ പരിശോധിക്കുന്നത്. ഫാദർ ജോൺസ്, നിലവിൽ സുപ്രീം കോടതി വിധി പ്രകാരം വിജയം ഓർത്തഡോക്സ് പക്ഷത്തിനാണ്. 2 വർഷമായി നിങ്ങൾ നേടിയ നീതി അത് നടപ്പാക്കാതെ നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുന്നു. പക്ഷേ പ്രായോഗികമായി ഈ സർക്കാരിന് മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഒരു ലോ ആൻഡ് ഓർഡർ വിഷയമായിട്ട് ഇത് പരിണമിക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതവണ. അതുകൊണ്ട് ഒരു അനുരഞ്ജനത്തിൻ്റെ ഭാഷയിൽ, സമവായത്തിൻ്റെ ഭാഷയിൽ സർക്കാർ ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ, മന്ത്രിസഭാ ഉപസമിതി ചർച്ചകൾക്ക് വിളിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുക എന്നുള്ളത് മിനിമം മര്യാദയല്ലേ ഫാദർ ജോൺസ്? ഞാൻ ഇതിൻ്റെ ചരിത്രം, ഈ വഴക്കിൻ്റെയും ചർച്ചകളുടെയും ചരിത്രം വളരെ ചുരുക്കമായിട്ടൊന്ന് പറയാനായിട്ട് എന്നെ അനുവദിക്കണം. 1972-73 കാലത്ത് ഈ പ്രശ്നം ആരംഭിച്ചപ്പോൾ ധാരാളം ചർച്ചകൾ നടന്നതാണ്. അന്ന് ഓർത്തഡോക്സ് സഭ എല്ലാ ചർച്ചകളിലും പങ്കെടുത്തു. അതിനുശേഷം അതൊന്നും വിജയിക്കാതെ വന്ന സാഹചര്യത്തിലാണ് കേസിലേക്ക് പോയത്. കേസ് തുടങ്ങിയിട്ട് 1995 സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധിയുണ്ടായി. 95 ആ വിധി ഉണ്ടായിട്ട് ചർച്ചകൾ നടന്നു. YMCAയുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നു. മറ്റു പലരും ചർച്ചകൾക്ക് നേതൃത്വം നൽകി. 7 കൊല്ലം കാത്തിരുന്നിട്ടും ചർച്ചകൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. എല്ലാത്തിനും ഓർത്തഡോക്സ് സഭ സഹകരിച്ചതാണ്. അതിനുശേഷം 2002 ആ വിധി നടപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി. പാത്രിയർക്കീസ് വിഭാഗം സഹകരിച്ചില്ല. സുപ്രീം കോടതി ഒരു കാര്യം ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞു, അവർ സഹകരിച്ചില്ല. അവർ ചർച്ചയ്ക്ക് ഒരു പ്രാവശ്യം വന്നു, അത് കഴിഞ്ഞപ്പോൾ അവരാണ് വിഡ്രോ ചെയ്ത് പോയത്. 2012 കോലഞ്ചേരി പള്ളിയുടെ കേസ് തീർപ്പാക്കുന്നതിന് വേണ്ടി തന്നെ ഒരു 10 പ്രാവശ്യമെങ്കിലും ഒരു മന്ത്രിസഭാ ഉപസമിതിയെ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. അന്നത്തെ ഗവൺമെൻറ് നിയമിച്ച മന്ത്രിസഭാ ഉപസമിതിയുമായിട്ട് ഒരു 10 വട്ടമെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ട്. ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചർച്ചയാണ് ഇനി നടത്തുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ത്യയുടെ സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിച്ചിട്ട് അത് അനുസരിക്കാത്തവർ ഇനി വേറെ ഏത് മധ്യസ്ഥൻ പറഞ്ഞാലാണ് അനുസരിക്കുന്നത്? അപ്പോൾ ഈ ചർച്ച കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? പിന്നെ എന്താണ് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവായുടെ കൈ ആവസിപ്പിച്ചെങ്കിലല്ലാതെ വിശുദ്ധ മൂറോനിൽ പരിശുദ്ധാത്മാവ് ആവസിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരോടും, പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസിൻ്റെ കൈ വെച്ചെങ്കിലല്ലാതെ പട്ടത്വം ലഭിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നവരോടും ഞങ്ങൾ ചർച്ചയ്ക്ക് പോയിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ കാര്യങ്ങളാണ് ഇവർ ചർച്ച എന്ന് പറയുമ്പോൾ വീണ്ടും 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 ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ പ്രശ്നമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സഭയുടെ അധീനതയിലുള്ള, സഭയുടെ കൈവശമാകാൻ പോകുന്ന സ്വത്തുക്കളും വകകളും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചയാണ്. ആത്മീയമായിട്ടുള്ള നേതൃത്വത്തിനും അപ്പുറം ലൗകികമായിട്ടുള്ള നേതൃത്വത്തിൻ്റെ പേരിലാണ് ചർച്ചയെന്നും നമുക്കറിയാം. അതാണ് ഈ കേസിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകമെന്നും അറിയാം. ഇതൊക്കെ നമ്മൾ പറയുന്നതാണ്. അഡ്വക്കേറ്റ് റോയ്, നിലവിൽ ഒരുപാട് ചർച്ചകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനമുണ്ടായിട്ടില്ല. ഇപ്പോൾ അവർ പറയുന്നത് പോലെ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം തന്നെ പറഞ്ഞിരിക്കുന്നു, രാജ്യത്തിൻ്റെ നിയമം അവർക്ക് അനുകൂലമായി വിധിച്ചിരിക്കുന്നു. അതിന് കീഴടങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ല. നിങ്ങളുടെ ഏത് ആശങ്കയാണ് ഈ സുപ്രീം കോടതി വിധിയിലൂടെ നടപ്പാകാതെ പോകുന്നത് എന്ന് പറയാമോ? അല്ല, അതിനകത്ത് ബഹുമാനപ്പെട്ട ഫാദർ കോനാട് അച്ഛനുമായിട്ട് ഇതേ വിഷയത്തിൽ പലതവണ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തുടക്കം മുതലേ തന്നെ ഒരു സമവായത്തിൻ്റെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ ഓരോ സാഹചര്യത്തിലും ഓരോ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതിനു മുമ്പ് അച്ഛൻ 73-ലെയും അതുപോലെ തന്നെ 2014-ലെയും ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് സമാധാനപരമായി, കാരണം ഇപ്പോഴുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് മഹാഭൂരിപക്ഷം വരുന്ന യാക്കോബായ വിശ്വാസികളെ അവർ വർഷങ്ങളായി, അതായത് ഇപ്പോൾ ജീവിക്കുന്ന തലമുറയെ ഈ കാതോലിക്ക വിഭാഗത്തിൻ്റെ പഠിപ്പിക്കൽ പഠിക്കാത്ത ഒരു വലിയ വിഭാഗമാണ്. ഇപ്പം അച്ഛൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ സുപ്രീം കോടതി വിധി അനുസരിച്ച് 34 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലോസ് നമ്പർ 1 അനുസരിച്ച് പാത്രിയർക്കീസാണ് ഈ സഭയുടെ ആത്മീയ ആചാര്യൻ. അപ്പോൾ അത് അച്ഛൻ അംഗീകരിക്കുന്നില്ല. ശരിക്കും അച്ഛനാ പറഞ്ഞത് തന്നെ സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ ഒരു വയലേഷനാണ്. കാരണം പാത്രിയർക്കീസ് സ്പിരിച്വൽ
കപ്പാസിറ്റി, അല്ലെങ്കിൽ ആ പാത്രിയർക്കീസ് ബാവയാണ് ഈ സഭയുടെ അധിപൻ, ആ അധിപൻ്റെ കൈവപ്പ് വേണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നത് ആ 34 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലോസ് 1-ൻ്റെയും സുപ്രീം കോടതി വിധിയുടെയും ഒരു നിഷേധമാണ്. അപ്പോൾ അത്തരം അതിന് മറുപടി കൂടി കേട്ടിട്ട് വരാം. ഫാദർ ജോൺസ്, സുപ്രീം കോടതി ഇതിനെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു ബിന്ദു പോലെ എന്ന് വിശേഷിപ്പിച്ചെങ്കിലും ഈ കൈവയ്പുമായി ബന്ധപ്പെട്ട് ഈ പത്രിയാർക്കീസ് ബാവയുടെ ആത്മീയ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഈ ഭരണഘടനയുമായി മുന്നോട്ട് പോകാൻ ഓർത്തഡോക്സിനും കഴിയൂ. അതും ശരിയല്ലേ? അല്ല, ഇതിനകത്ത് വിശ്വാസപരമായ കാര്യങ്ങളിൽ ആർക്കും അങ്ങനെ പറയാൻ, തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല. കാരണം ബഹുമാനപ്പെട്ട ജസ്റ്റിസ് അരുൺ മിശ്രയുടെ വിധിക്കകത്ത് തന്നെ, വിധിയിൽ തന്നെ പറയുന്നുണ്ട്. ശേഷം തിരികെ വരാം. ഇടയ്ക്ക് പറഞ്ഞാൽ എങ്ങനെയാ? തീർച്ചയായും ഞാൻ പറയുന്നത് ആ 34-ലെ ഭരണഘടനയിൽ ഇവിടെ മെത്രാപ്പോലിത്തന്മാരെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നും എങ്ങനെ വാഴിക്കണമെന്നും ആര് വാഴിക്കണമെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവയുടെ പേര് ഞങ്ങൾ ഓരോ കുർബാനയിലും ഓർക്കുന്നുണ്ട്, കമ്മ്യൂണിയൻ ഉണ്ട്. അതുപോലെ തന്നെ ഭരണഘടനയിൽ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? അതിന് മറുപടി ഞാൻ പറയാം. അതിന് മറുപടി പറയാം. എനിക്ക് ഒരു അവസരം തരൂ. അതായത് ഓർത്തഡോക്സ് സഭയുടെ പല ബിഷപ്പ്മാരും പല കോടതികളിലും പാത്രിയർക്കീസ് ബാവയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് കൃത്യമായി മൊഴി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ 34 കോൺസ്റ്റിറ്റ്യൂഷനിലെ അംഗീകരിക്കില്ലെന്ന് കോടതികളിൽ മൊഴി കൊടുത്തിട്ടുണ്ടോ? ഓരോ കുർബാനയിലും ഓർക്കുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല മെത്രാപ്പോലിത്തന്മാരെ തൊടുപുഴ കോടതിയിൽ ഞാൻ വേണമെങ്കിൽ ഡോക്യുമെന്റ് ഹാജരാക്കാം. അതായത് തൊടുപുഴ കോടതിയിൽ മൂവാറ്റുപുഴയിലെ ബിഷപ്പ് തന്നെ പാത്രിയർക്കീസ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധി പ്രകാരമുള്ള 34 കോൺസ്റ്റിറ്റ്യൂഷനിലെ ക്ലോസ് 1 അംഗീകരിക്കാൻ തയ്യാറാകാത്ത ബിഷപ്പുമാർ ഭരണഘടനയ്ക്ക് വിധേയത്വം എഴുതി ഒപ്പിട്ട് പിന്നെ കോടതികളിൽ കൊടുത്തിട്ടുണ്ട്. ബിഷപ്പ്മാരെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഭരണഘടനയ്ക്കകത്തുണ്ട്. അത് വായിക്കേണ്ടത് ആരാണെന്നുള്ളത് ഭരണഘടനയ്ക്കകത്തുണ്ട്. അഡ്വക്കേറ്റ് റോയ്, നിലവിൽ എല്ലാ വിശുദ്ധ കർമ്മങ്ങളിലും പത്രിയാർക്കീസിനെ ഓർമ്മിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭ വിശ്വാസികളെ ഈ ഇടവക 1934-ലെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ഇടവകകളിൽ വിശ്വാസികളെ ഉൾച്ചേർത്ത് ഇടവകകൾ ഉണ്ടാക്കി സ്വത്തുവകകൾ കൈകാര്യം ചെയ്ത് ഭരിച്ചു പോയാൽ അതിലെന്താണ് തടസ്സം? പത്രിയാർക്കീസിനെ ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ളതൊരു കണ്ടീഷൻ ആക്കുക എന്നുള്ളത് ഭരണഘടനയുടെ ബാധ്യത കൂടിയാണ്. അതിനെ ചലഞ്ച് ചെയ്യുമ്പോൾ ആ പോയിന്റിൽ നമുക്ക് ചലഞ്ച് ചെയ്യാം. അതിന് ഓർത്തഡോക്സ് തയ്യാറുമാണ്. അതോടുകൂടി പ്രശ്നം അവസാനിച്ചു. അഡ്വക്കേറ്റ് റോയ്, അല്ല, ഒരു 2 മിനിറ്റ് എനിക്ക് തരണം. അതായത് ഇപ്പോൾ ഈ വിധി പ്രകാരം വിധി നടപ്പിലാക്കി ഓർത്തഡോക്സ് സഭയ്ക്ക് കിട്ടിയ കുറച്ച് ദേവാലയങ്ങളുണ്ട്. ആ ദേവാലയങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ കേരളത്തിന്റെ പൊതുസമൂഹം മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ പല ദേവാലയങ്ങളും ഇത് കാലങ്ങളായി രണ്ട് വിഭാഗം ജനങ്ങളാണ്. ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. അപ്പോൾ ഈ പള്ളി തുറന്ന് സുപ്രീം കോടതി വിധി പ്രകാരം പള്ളി തുറന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഇവർ ചെയ്യുന്നത് അവരുടെ കൂടെ മാത്രം ഒരു 1000 പേരിലൊരു പള്ളിയാണെങ്കിൽ അവരുടെ കൂടെയുള്ള 200 പേരുടെ ലിസ്റ്റ് എഴുതി ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ള ഇടവക അംഗങ്ങൾ ഈ ഇടവകയുടെ അംഗങ്ങളെ അല്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് അവരെ പള്ളികളിൽ പ്രവേശിപ്പിക്കാതെ അവരെ ശവസംസ്കാരം നടത്താൻ തയ്യാറാകാത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 21 വയസ്സുള്ള കുർബാനയ്ക്ക് വരുന്ന മുഴുവൻ അംഗങ്ങളെയും സഭയിൽ അംഗങ്ങളായി പ്രഖ്യാപിക്കണമെന്ന് 34 ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് 19ാമത്തെ പ്രൊവിഷനും മറ്റുമാണ്. അതിന് വിരുദ്ധമായി അവർ ചെയ്യുന്നു. അത് കേസ് കൊടുക്കണം. എം.ആർ. അഭിലാഷ്, വളരെ പെട്ടെന്ന് ക്വിക്ക് റെസ്പോൺസ്. ഈ 1934-ലെ ഭരണഘടനയ്ക്കെതിരെ ഓർത്തഡോക്സ് സഭ പെരുമാറുകയാണെങ്കിൽ അതൊരു പ്രത്യേക കേസായിട്ട് കോടതിയിൽ നിൽക്കില്ലേ? അവിടെയല്ലേ ഇടപെടേണ്ടത്? ഒരിക്കലുമില്ല. അല്ല, അവിടെ തൊടുപുഴ പള്ളിയിലെ മുഴുവൻ, അതായത് പണ്ട് പാത്രിയർക്കീസ് വിഭാഗത്തിൽ നിന്നവരും അല്ലാത്തവരുമായ എല്ലാ ആളുകളും വോട്ട് ചെയ്ത് ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. അവിടെ വേറെ യാതൊരു ഇന്റർഫിയറൻസ് ഉണ്ടായിട്ടില്ല. പലരും പഴയ പാത്രിയർക്കീസ് വിഭാഗത്തിൽ നിന്നവരാണ് അവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അഭിലാഷ്, അവിടെയും ഫാക്ച്വൽ ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ. ഇവിടെ ഈ രീതിയിലുള്ള ക്ലെയിംസ് റൈസ് ചെയ്യുമ്പോൾ കോടതിയിലെ കണ്ടംപ്റ്റ് പെറ്റീഷൻ മൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ
തീർച്ചയായും ഇവർക്ക് കോടതിയുടെ ശ്രദ്ധയിൽ ഈ ഒരു വിഷയം കൊണ്ടുവരാൻ Advocate Roy, കഴിയും. പക്ഷേ correct. ഇതൊക്കെ തന്നെ ഫ്ലിംസി ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ് ആയിരിക്കാം അഭിലാഷ്. പക്ഷെ ഒരു ലീഗൽ പോയിന്റ് അഡ്വക്കേറ്റ് റോയ് നിങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ ഈ പോയിന്റിലാണ് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത്. ആ പോയിന്റിൽ ചോദ്യം ചെയ്ത് കാണുന്നില്ല. ഭരിക്കപ്പെട്ട പള്ളികളിൽ ഓർത്തഡോക്സ് 1934 ഭരണഘടനയ്ക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധിക്ക് അലക്ഷ്യമായി പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു കേസ് കൊടുക്കാത്തത് എന്താണ് നിങ്ങൾ? അരുൺ അതിനകത്ത് ആ പറയുന്നത് ശരിയല്ല. ഞങ്ങൾ ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് പ്രോപ്പർ എക്സിക്യൂഷൻ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എക്സിക്യൂഷൻ പെറ്റീഷനുകൾ പലത് കൊടുത്തിട്ടുണ്ട്, കോടതികളിൽ കൊടുത്തിട്ടുണ്ട്. പല ദേവാലയങ്ങളിലും 34 ഭരണഘടന പ്രകാരമുള്ള പ്രോപ്പർ എക്സിക്യൂഷൻ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കോടതി കൊടുത്തിട്ടുണ്ട്. അതിന് അഗനിസ്റ്റായി ഫൈറ്റ് ചെയ്യുകയാണ് ഇവരെ കോടതിയിൽ. ഫാദർ ജോൺസ് വളരെ പെട്ടെന്ന് മറുപടി കൂടി. പ്രകാരം പള്ളി ഭരിക്കപ്പെടണം എന്ന് പറഞ്ഞു കിട്ടി. മറുപടിയാണ് പറയേണ്ടത്. ഞാൻ പറയുന്നത് ഉദാഹരണം എത്ര വേണമെങ്കിലും പറയാം. 34 ഭരണഘടന പ്രകാരം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടവക്കാരെ അവസരം ഇല്ല. അവർ കോടതിയിൽ പോകുമ്പോൾ അവരൊരു കാര്യം ഈ പറയുന്ന ഭരണഘടനയുടെ 34 അസൽ എന്നൊക്കെ പറഞ്ഞു പോകുന്നത് പോലെ അവർ പറയുന്ന കാര്യത്തെ ഞങ്ങൾ എതിർക്കും തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ വിധി നടപ്പായിട്ടുള്ള തൊടുപുഴ പള്ളി ഏറ്റവും നല്ല ഉദാഹരണമാണ്. അവിടെയുള്ള എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നിന്ന് വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കി അവർ വോട്ട് ചെയ്ത് പഴയ പാത്രീസ് വിഭാഗത്തിലുള്ള പലരും ട്രസ്റ്റിയായിട്ടും സെക്രട്ടറി ആയിട്ടും ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ ആ വികാരിയുടെ ന്യായമായിട്ട് ലീഗലായിട്ട് അപ്പോയിൻ്റ് ചെയ്ത വികാരിയുടെ കീഴിൽ സുഖമായിട്ട് ഭരണം നടത്തുന്നു. നെച്ചൂർ പള്ളി നടക്കുന്നു, കോഴിപ്പള്ളി പള്ളി ഒരു കുഴപ്പവും കൂടാതെ നടക്കുന്നു. പിന്നെ 34 ഭരണഘടനയ്ക്ക് വിധേയം എഴുതി ഇടവാങ്ങുവാണ്. കാരണം അതനുസരിക്കുന്നവർക്കല്ലേ. അഡ്വക്കേറ്റ് റോയ്, ഞാൻ അതിലേക്ക് വരാം. ഫാദർ, ഒരു നിമിഷം, വളരെ പെട്ടെന്നൊരു ചെറിയ ഇടവേള അനിവാര്യമായി വന്നിരിക്കുന്നു. അതിന് മറുപടി അഡ്വക്കേറ്റ് റോയ്ക്ക് പറയാം. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, യാക്കോബായ സഭയുടെ നാവായി ഈ സർക്കാർ മാറുകയാണോ എന്നുള്ളതാണ്. ചീഫ് സെക്രട്ടറി ഒടുവിൽ സുപ്രീം കോടതിയിൽ പോയി നിൽക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ. എൻകൗണ്ടർ തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. You are watching 24. എൻകൗണ്ടർ അന്വേഷിക്കുന്നു, സഭാതർക്കത്തിൽ സർക്കാർ ഒളിച്ചു കളിക്കുന്നുവെന്നാണ്. അതിഥികൾക്ക് ഇനി 240 സെക്കൻഡ് സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി കൃത്യമായ വാദങ്ങൾ നമുക്ക് ഉന്നയിച്ച് മുന്നോട്ട് പോകാം. അഡ്വക്കേറ്റ് റോയ്, 1934 ഭരണഘടനാ പ്രകാരം ഓർത്തഡോക്സ് ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെ സന്ദർഭങ്ങൾ? ചുരുക്കി 4 പോയിന്റ്. അതായത് കട്ടച്ചിറ പള്ളിയിലെ വിശ്വാസികൾ മുഴുവൻ 34 അംഗീകരിക്കുകയും ഇവരുടെ വൈദികൻ്റെ കുർബാന കാണാൻ തയ്യാറാവുകയും ചെയ്തതാണ്. പക്ഷേ ആ ഇടവകയിലെ ജനങ്ങളെ അവിടെ കയറ്റാതെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അത് ഇവർ സുപ്രീം കോടതിയുടെ വിധിയെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ തൊടുപുഴ പള്ളി, കാരമലപ്പള്ളി 2 പള്ളികളുടെ കാര്യം പറഞ്ഞു. പക്ഷേ 30ഓളം പള്ളികളിൽ അവിടുത്തെ ഇടവകക്കാരെ മുഴുവൻ പുറത്താക്കി അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ നാമമാത്രമായ ആളുകളെ കൊണ്ട് മാത്രം ഒരു കമ്മിറ്റി ഫോം ചെയ്യിച്ചിട്ട് ഈ ഇടവകക്കാരെ മുഴുവൻ അകറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇടവകക്കാരെ ഒക്കെ അവർ പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ പറയുന്നതിൽ സത്യമില്ല. കട്ടച്ചിറയിലെ ആളുകൾ 34 ഭരണഘടനയ്ക്ക് വിധേയത്വം എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് 34 ഭരണഘടനയ്ക്ക് വിധേയത്വം പ്രഖ്യാപിച്ച് അച്ഛൻ്റെ, അതായത് അവിടെ ലീഗലായിട്ട് നിയമിക്കപ്പെട്ട വികാരിയുടെ നേതൃത്വം അംഗീകരിച്ച് നിൽക്കാൻ പറ്റുന്ന ആരെയും പുറത്താക്കാനായിട്ട് അവിടെ ഒരു ചിന്തയുമില്ല. ഇവിടുത്തെ പ്രശ്നം കട്ടച്ചിറ പള്ളിയിൽ ഞങ്ങളും കണ്ടതാണ് ചില ദൃശ്യങ്ങൾ. അഡ്വക്കേറ്റ് റോയ്, ഒരു സംശയം ഇതാണ്. 1934 ഭരണഘടന അനുസരിച്ചുള്ള വൈദികനെ അവിടെ പ്രവേശിപ്പിക്കുകയും ആ വൈദികനെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടോ താങ്കൾ പറഞ്ഞ ഈ പുറത്താക്കപ്പെട്ടവർ? തീർച്ചയായും ഉണ്ട്. അവർ ആ വൈദികന്റെ കുർബാന കാണാൻ അവർ തയ്യാറാണ്. എത്രയോ പ്രാവശ്യം ചർച്ചകൾ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അവരെല്ലാവരും 34 കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച് എഴുതി കൊടുക്കാൻ തയ്യാറുള്ളവരാണ്. ശരി അഡ്വക്കേറ്റ് റോയ്. ഫാദർ ജോൺസ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ ശ്രദ്ധയിൽ ഇപ്പോൾ ഈ ചർച്ചയിലൂടെയെങ്കിലും അത് പെടുന്നുവെങ്കിൽ അതിനൊരു പരിഹാരം കാണാൻ തയ്യാറാകുമോ? ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതും നമുക്ക് ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. ഫാദർ ജോൺസ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാമല്ലോ. തീർച്ചയായിട്ടും അവർക്ക് കേസ് കൊടുക്കാം. അത് പരിഹരിക്കാനായിട്ട് തീർച്ചയായിട്ടും ഒരു മാർഗം ഉണ്ടാകുമല്ലോ. അങ്ങനെ 34 ഭരണഘടന അനുസരിച്ച് അവിടെ നിയമിക്കപ്പെട്ടിട്ടുള്ള നിയമാനുസൃതമായി വികാരിയെ അനുസരിച്ച് നിന്നുകൊള്ളാമെന്ന് പറയുന്നവരെ
പള്ളിയിൽ കയറ്റാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പാത്രിക് വിഭാഗത്തിന് കേസ് കൊടുക്കാം. ശരി, വ്യക്തമാണ്. അഡ്വക്കേറ്റ്, ഒരൊറ്റ ചോദ്യം കൂടി. നിങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഓർത്തഡോക്സ് സഭ വീണ്ടും ചർച്ചയ്ക്ക് വരണം, സമാധാനപരമായി അനുരഞ്ജനത്തിന് തയ്യാറാകണം എന്നാണ്. ഈ ഘട്ടത്തിലും അത് തന്നെയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. 29-ാം തീയതി ചർച്ചയ്ക്ക് വരണം. തീർച്ചയായും അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അതാണ് ശരി. 2002 പരുമല കമ്മീഷൻ ജസ്റ്റിസ് മണി മഠ ഇത്തരത്തിലൊരു സമാധാന ചർച്ച വിളിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല? അല്ല, അന്ന് സംഭവിച്ചതിനൊരു വലിയൊരു കാര്യമുണ്ട്. കാരണം അന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ചെറിയ പള്ളികളിൽ നിന്നുള്ള ആളുകൾ കൂടുതൽ വരികയും ഞങ്ങളുടെ ദേവാലയത്തിൽ നിന്നുള്ള ആളുകൾ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു നീതി അവിടെ നടന്നു. പക്ഷേ അവിടെ അന്ന് നിയമപരമായ ചില നടപടികൾ എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അന്ന് വ്യാജമായ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഒരു ഭൂരിപക്ഷം ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിൽ പ്രതിഷേധിച്ചാണ് പോകാതെ. ഓക്കെ, അന്ന് നിങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തില്ല. ഇന്ന് ഓർത്തഡോക്സുകാർ ചർച്ചയ്ക്ക് വരണം എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് എന്നുള്ളത് ഈ ഘട്ടത്തിലും നമുക്ക് ബോധ്യപ്പെടുന്നില്ല. എങ്കിലും അത് സമാധാന ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ കരുതുന്നു. വളരെ പെട്ടെന്ന് കുര്യൻ, എനിക്കൊരു 30 സെക്കൻഡിൽ താഴെ മാത്രമേ സമയം അങ്ങേക്കുള്ളൂ. നിലവിൽ സർക്കാരിന് മുന്നിലുള്ളത് ഈ വഴിയല്ലാതെ മറ്റൊന്നുമില്ല. ഈ വഴി പോയാൽ ചീഫ് സെക്രട്ടറി പെരുവഴിയിലാകുമോ? അതെ, ഈ വഴി അല്ലാതെ മറ്റൊരു മാർഗവും സർക്കാരിനില്ല. കുറച്ചുകൂടെ ടൈം സർക്കാർ ചോദിക്കുന്ന ഒരു അവസരമാണിത്. ആ ടൈം കിട്ടാൻ വേണ്ടി തന്നെ ആയിരിക്കണം ഓർത്തഡോക്സ് സഭയെ അല്ലെങ്കിൽ യാക്കോബായ സഭയുടെ ഒരു വാദം, അതായത് ഒറിജിനൽ ഭരണഘടന അല്ല എന്നുള്ള വാദം എടുത്ത് ഒരു ലെറ്റർ കൊടുത്തത്. അതിൽ കൂടുതൽ തൽക്കാലം സർക്കാരിന് ചെയ്യാനില്ല. സുപ്രീം കോടതിയിൽ തന്നെ ചില ബെഞ്ചുകൾ, അതായത് ചില പള്ളികളിലെ ചില ബെഞ്ചുകൾ അനുരഞ്ജനത്തിന് വേണ്ടിയുള്ള സമയം കൊടുത്തിട്ടുണ്ട്. അപ്രകാരം ഇപ്പോൾ ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ബെഞ്ചല്ലാതെ മറ്റൊരു ബെഞ്ചിൽ നിന്ന് എന്തെങ്കിലും ഒരു വിധി വന്നു കിട്ടിയാൽ സർക്കാരിനെ സംബന്ധിച്ച് അനുരഞ്ജന ശ്രമങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഇത് രണ്ട് കൂട്ടരെയും കൊണ്ടുവരാൻ സാധിക്കും. അരുൺ മിശ്രയുടെ ബെഞ്ചിൽ നിന്ന് കിട്ടുന്ന ഉത്തരവുകൾ വെച്ച് ഏതായാലും ഒരു അനുരഞ്ജനത്തിനുള്ള സാധ്യതയില്ല. മറ്റ് ബെഞ്ചുകളിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി അറിയിക്കുന്നു. ഫാദർ ജോൺ എബ്രഹാം കോനാട്ട്, അഡ്വക്കേറ്റ് റോയ് ഐസക്, കുര്യൻ മാത്യു, MR അഭിലാഷ്. സമാധാനത്തിന് ശ്രമിക്കുന്നവർ ദൈവപുത്രന്മാരാണ് എന്ന ദൈവത്തിന്റെ വിശുദ്ധ വാക്യം തന്നെയാണ് എൻകൗണ്ടർ ഈ അവസാന നിമിഷത്തിലും ഓർമ്മിക്കുന്നത്. സമാധാനം പുലരട്ടെ, ചർച്ചയിലൂടെയാണെങ്കിലും നീതിന്യായത്തിലൂടെയാണെങ്കിലും. എൻകൗണ്ടർ അവസാനിക്കുന്നു. You are watching 24 from News Headquarters, Kochi.